കാലങ്ങളായി ഒരു ഇൻഡസ്ട്രി ഭരിക്കുന്ന രണ്ട് പേരുകൾ എവിടെയൊക്കെ വെച്ച് കൂടെ കൂടി നമുക്ക് പ്രിയപ്പെട്ടവരായി മാറിയവർ. അവർ ഇല്ലാത്തൊരു മലയാള സിനിമ നമുക്ക് ആലോചിക്കാൻ കൂടി കഴിയില്ല. അവരുടെ ഓരോ സിനിമകളും ഓരോ ആഘോഷങ്ങളാകുന്നു. പലരും അനുകരിക്കും വിധം ജീവിതത്തിന്റെ ഭാഗമാകുന്നു. യെസ്, ദി ലെജൻഡ്, ദി ബ്രാൻഡ്, മമ്മൂട്ടി ആൻഡ് മോഹൻലാൽ. പക്ഷെ അപ്പോഴും എന്നെ അലട്ടിയിരുന്ന ഒരു ചോദ്യമുണ്ട്. കാലങ്ങളായി ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്ന ചോദ്യം, എനിക്കിനിയും ഉത്തരം കിട്ടാത്ത ചോദ്യം. ഹൂ ഇസ് ദ ബെറ്റർ ആക്ടർ, മമ്മൂട്ടി ഓർ മോഹൻലാൽ? നമ്മൾ ഒരിക്കലും നേരിൽ കാണാത്ത രണ്ടുപേർ, എന്നാൽ നമ്മൾ ഉയിര് കൊടുത്ത് സ്നേഹിക്കുന്ന രണ്ടുപേർ. അവർ ചിരിക്കുമ്പോൾ നമ്മളും ചിരിക്കുന്നു, കരയുമ്പോൾ അവർക്കൊപ്പം കരയുന്നു. എന്നാണ് ഇവർ രണ്ടുപേരും എൻ്റെ ജീവിതത്തിന്റെ ഭാഗമായത് എനിക്കറിയില്ല. എന്നാണ് ഞാൻ ഇവർ രണ്ടുപേരെയും ഇഷ്ടപ്പെട്ടതെന്നും എനിക്കറിയില്ല. എന്നാൽ ജനങ്ങൾക്കിടയിൽ ആ ഇരുട്ടുമുറിയിൽ നിന്ന് സ്ക്രീനിൽ അവർ തെളിഞ്ഞു വരുമ്പോൾ കിട്ടുന്ന ആവേശവും സന്തോഷവും ചെറുതല്ല. എത്രയോ മമ്മൂട്ടി മോഹൻലാൽ സിനിമകൾക്ക് ആദ്യ ദിനം തിയേറ്ററിൽ അർമാദിച്ച് ആഘോഷിച്ച് ഡാൻസ് കളിച്ചിട്ടുണ്ട്. ജീവിതത്തിന്റെ പല കാലഘട്ടങ്ങളിലും പല പേരുകളിൽ ഇവർ എനിക്കൊപ്പം കൂടിയിട്ടുണ്ട്. ജീവിതം ഒരു ആഘോഷമായിരുന്ന സമയത്ത് നാരായണൻകുട്ടിയായും അപ്പുക്കുട്ടനായും ദാസനായും ജോജിയായും ഒക്കെ മോഹൻലാൽ എന്നെ ചിരിപ്പിച്ചിട്ടുണ്ട്. പ്രിയദർശൻ മോഹൻലാൽ സിനിമകൾ ടിവിക്ക് മുന്നിൽ നിന്ന് മാറാതെ ചിരിച്ചു മറിഞ്ഞുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഡയലോഗുകൾ കാണാപ്പാടമാക്കി കൂട്ടുകാരോട് പറഞ്ഞിട്ടുണ്ട്, ഇന്നും പറയാറുണ്ട്. വളരെ ഈസി ഗോയിങ് ആയ ചാമിങ് ആയ ലാലേട്ടനെ ഇങ്ങനെ കണ്ണെടുക്കാതെ നോക്കി നിന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പുറത്ത് മറ്റൊരാൾ മറ്റൊരു തരത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരുന്നു. ആവനാഴിയിലെ ഇൻസ്പെക്ടർ ബൽറാമും അതിരാത്രത്തിലെ കള്ളക്കടത്തുകാരൻ താരാദാസും മൃഗയിലെ വാറുണ്ണിയും നിറക്കൂട്ടും ന്യൂഡൽഹിയിലെ GKയും ഒക്കെയായി മമ്മൂട്ടി എപ്പോഴൊക്കെയോ എൻ്റെ മനസ്സിൽ സ്ഥാനം പിടിച്ചിരുന്നു. മോഹൻലാൽ ചിരിപ്പിച്ചപ്പോൾ മമ്മൂട്ടി കരയിപ്പിച്ചു. മോഹൻലാൽ യുവതലമുറയുടെ സ്വന്തം ഏട്ടനായപ്പോൾ മമ്മൂട്ടി സ്ത്രീ പ്രേക്ഷകർക്ക് അവരുടെ സ്വപ്ന പുരുഷനായി. പലപ്പോഴും പരാജയങ്ങൾ തളരുമ്പോൾ ന്യൂഡൽഹിയുടെയും ആ ഡൽഹി അടക്കിവാണ GKയുടെയും പിന്നെ മമ്മൂക്കയുടെയും തിരിച്ചുവരവിന്റെ കഥ എനിക്ക് ഊർജ്ജമാകാറുണ്ട്. ശരിക്കും ഒരു സിനിമാ കഥ പോലെ. പലരും വിജയങ്ങളെക്കുറിച്ചും തലവരെക്കുറിച്ചും സംസാരിക്കുമ്പോൾ അവ നമുക്കുള്ളതാണെങ്കിൽ നമ്മളിലേക്ക് തന്നെ വന്നു ചേരുമെന്നതിന് ഉദാഹരണമായി വിൻസെന്റ് ഗോമസിനെയും രാജാവിന്റെ മകനെയും ഉദാഹരണമാക്കാറുണ്ട്. 80കൾ കടന്ന് 90കളായപ്പോഴേക്കും മമ്മൂട്ടിയും മോഹൻലാലും ഇല്ലാത്തൊരു മലയാള സിനിമയെക്കുറിച്ച് ആലോചിക്കാൻ പോലും പറ്റാതെ. പക്ഷെ അപ്പോഴും ഇവരിൽ രണ്ടുപേരിൽ ആരാണ് ഏറ്റവും മികച്ച നടനെന്ന ചോദ്യത്തിന് ഉത്തരമുണ്ടായിരുന്നില്ല. ഒരാൾ കൗരവരും ജോണി വാക്കറും, ധ്രുവവും വാത്സല്യവും വിധേയനും പൊന്തൻമാടയുമായി ആരും പ്രവചിക്കാനാകാത്ത വേഷപ്പകർച്ചയുമായി മുന്നേറിയപ്പോൾ ഇപ്പുറം മറ്റൊരാൾ യോധയും മിഥുനവും ദേവാസുരവും സ്ഫടികവും ഇരുവറും കാലാപാനിയുമൊക്കെയായി പ്രേക്ഷകരിലേക്ക് കൂടുതൽ പ്രിയങ്കരനായി. പ്രണയത്തിന് പുതിയ ഭാവങ്ങൾ മമ്മൂട്ടി മോഹൻലാൽ സിനിമകൾ നൽകി. മണിവത്തൂരിലെ 1000 ശിവരാത്രികൾ കാണാൻ കൊതിച്ച നീനയും വിനയചന്ദ്രനും, മനസ്സിന്റെ ഭംഗിയാണ് ഏറ്റവും വലുതെന്ന് പഠിപ്പിച്ച ക്യാപ്റ്റൻ ബാലയും മീനാക്ഷിയും, ഇന്ത പച്ചക്കൺ ദേവതയെ എന്ന ഡയലോഗിൽ മമ്മൂട്ടി ഐശ്വര്യ റായെ ചേർത്ത് പിടിച്ചപ്പോൾ പ്രണയത്തിന്റെ മമ്മൂട്ടി ഭാവമായി അത് മാറി. നമ്മളെ പ്രണയിക്കാൻ പഠിപ്പിച്ച എത്രയോ മോഹൻലാൽ സിനിമകൾ. ഓട്ടോയിലെ സുധിയും മീനുക്കുട്ടിയും, തൂവാനത്തുമ്പികളിലെ ക്ലാരയും ജയകൃഷ്ണനും, തേന്മായൻ കുമ്പത്തിലെ കാർത്തുമ്പിയും മാണിക്കനും, അങ്ങനെ ലിസ്റ്റ് നീണ്ടുപൊയ്ക്കൊണ്ടിരിക്കും. പ്രണയിക്കുമ്പോഴും ഉള്ളിൽ പ്രണയമുണ്ടാകുമ്പോഴും ആദ്യമോടിയെത്തുക മോഹൻലാൽ ഗാനങ്ങളും സിനിമകളും തന്നെയാണ്. മീശപിരിയൻ, ഫ്യൂഡൽ ലോഡ്, പൗരുഷം നിറഞ്ഞ നായകന്മാരുടെ വരവായിരുന്നു പിന്നെ ഉണ്ടായത്. മുണ്ടൊടുത്ത് അത് മടക്കി കുത്തി മീശ പിരിച്ച് മോഹൻലാൽ എത്തിയപ്പോൾ സ്ക്രീനിൽ ആരവങ്ങൾ ഉയർന്നു. പുതിയ റെക്കോർഡുകൾ സൃഷ്ടിക്കപ്പെട്ടു. ഏതൊരു മലയാളിയും മുണ്ടെടുക്കുമ്പോൾ അയാൾ മോഹൻലാലായി മാറും. ജഗന്നാഥനും ഇന്ദുചൂടനും ഒക്കെയാകും. അതിന് ഇന്നും ഒരു മാറ്റമില്ല. അറക്കൽ മാധവനുണ്ണിയായും പോത്തു കച്ചവടക്കാരൻ ബെല്ലാരി രാജയായും മമ്മൂക്കയും വിട്ടുകൊടുത്തില്ല. ചിരിപ്പിക്കുകയും കൈയടിപ്പിക്കുകയും മാത്രമല്ല, ഇവർ നമ്മളെ പലപ്പോഴും കരയിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. തനിയാവർത്തനത്തില് ക്ലൈമാക്സിൽ അമ്മ ബാലഗോപാലിന് വിഷം ചേർത്ത് ഭക്ഷണം നൽകിയപ്പോൾ കണ്ടു നിന്ന് നമ്മുടെ മനസ്സും ഉരുകിയിട്ടുണ്ട്. കാഴ്ചയിൽ കൊച്ചുണ്ടാപ്രിയെ വിട്ട് മാധവൻ തിരികെ വന്നപ്പോൾ കണ്ടു നിന്ന് എല്ലാവരുടെയും കണ്ണ് നിറഞ്ഞിട്ടുണ്ടാകും. ചിത്രം ഓരോ തവണ കാണുമ്പോഴും ആ സിനിമയ്ക്ക് മറ്റൊരു ക്ലൈമാക്സ് കൂടി ഉണ്ടായിരുന്നെങ്കിലോ എന്ന് ആലോചിച്ചു പോകാത്ത ഒരു കുറവല്ലേ. തന്മാത്രയിൽ രമേശൻ നായരെ രണ്ടാമതൊരു വട്ടം കൂടി കാണാൻ നമ്മൾ എത്ര പ്രയാസപ്പെട്ടിട്ടുണ്ടാകും. ആ പ്രകടനത്തെ ഒന്ന് ഓർക്കുമ്പോൾ പോലും കണ്ണു നിറയും. നാല് പതിറ്റാണ്ടുകൾ, 300-നും 400-നും മുകളിൽ സിനിമകൾ. ഇരുവർക്കും അനവധി വിജയങ്ങളും പരാജയങ്ങളും ഉണ്ടായിട്ടുണ്ട്. മോശം സിനിമകൾ ഉണ്ടായിട്ടുണ്ട്, മോശം കഥാപാത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
പക്ഷെ അതിനെല്ലാം അപ്പുറം നീണ്ട പരാജയങ്ങൾക്ക് ശേഷം ഒരു നല്ല സിനിമയുമായി അവർ വന്നു കഴിഞ്ഞാൽ മലയാളികൾ ഇരുവരെയും ഇരു കൈ നീട്ടി സ്വീകരിക്കും. കാരണം മമ്മൂട്ടിയും മോഹൻലാലും ഇല്ലാത്തൊരു മലയാള സിനിമ അത് നമുക്ക് ആലോചിക്കാൻ കൂടി കഴിയില്ല. കൊടുമൺ പോറ്റിയായും ജോർജ് മാർട്ടിനായും ജെയിംസും സുന്ദരവുമായും ലൂക്ക് ആന്റണിയുമായുമൊക്കെ പുതിയ കാലത്തിന്റെ രൂപഭാവനകൾക്ക് മമ്മൂട്ടി അടയാളമായപ്പോൾ അങ്ങ് കശ്മീർ മുതൽ കന്യാകുമാരി വരെ ചർച്ചകളിൽ മമ്മൂട്ടി സ്ഥാനം നേടി. തുടർ പരാജയങ്ങളിൽ മലയാളത്തിന്റെ മോഹൻലാൽ പഴി കേട്ടപ്പോഴും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ പിള്ളേരുണ്ടായിരുന്നു. ഒപ്പം എമ്പുരാനും തുടരും ഹൃദയപൂർവ്വമെല്ലാം ഇന്നത്തെ മോഹൻലാലിന്റെ അടയാളങ്ങളാണ്. പേട്രിയറ്റിലൂടെ മലയാളത്തിന്റെ 2 സ്നേഹിതർ ഒന്നിക്കുമ്പോൾ ഞാനും ഉണ്ടാകും ആദ്യ ദിനം. നരസിംഹത്തിൽ ഇന്ദുചൂടന് ഒരു പ്രശ്നമുണ്ടായപ്പോൾ മാരാർ വന്നതുപോലെ ഡാനിയൽ ജെയിംസ് പ്രശ്നത്തിലാക്കപ്പെടുമ്പോൾ റഹീം നായക് വരുന്നത് കാണാൻ ഞാൻ കാത്തിരിക്കുകയാണ്. അവർ വരും, റെക്കോർഡുകൾ തിരുത്തും, പ്രകടനത്താൽ കയ്യടി നേടും, അഭിനയത്തിന് പുതിയ മാനങ്ങൾ ഉണ്ടാക്കും, വിജയത്തിന് കാത്തു നിൽക്കാതെ അടുത്ത കഥാപാത്രത്തിലേക്ക് പരകായ പ്രവേശം നടത്തും. അവരാണ് അതൊക്കെ ഓക്കെയാണ്. പക്ഷേ നിങ്ങൾ ആരുടെ ഫാനാണ്?